പതിവ് പോലെ തന്നെ 10 എന്ന് പറഞ്ഞു. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് എത്താൻ പറഞ്ഞാൽ 10:30 ആയിരിക്കണം. സമയം 10:30 എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം നോക്കി നമ്മുടെ സമയം കളയാന്നല്ലാതെ ഇതേ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എങ്ങോട്ടാ നീ എന്നാ പറഞ്ഞേ? 5 മിനിറ്റ് അല്ല 10 റെഡിയാ നിൽക്കുന്നവനാ. വരാട്ടുമേട് അങ്ങനെ വരാട്ടുമേട് പ്ലാൻ ചെയ്തിട്ട് നേരെ ഇറങ്ങി കേട്ടോ. എല്ലാവരും വണ്ടി കയറി ഓട്ടോ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 10 ലിറ്റർ ഡീസലൂടെ മേടിച്ചങ്ങ് ഒഴിച്ചു. പിന്നെ നേരെ വണ്ടി അങ്ങ് എടുത്ത് നമ്മൾ നേരെ കൂട്ടിക്കുന്ന നേൻ്റെയാറ് അവിടെ നിന്ന് എളങ്കാട് ആ വഴി വെല്ലിയന്ത കയറി നേരെ വാഗമണ്ണാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എളങ്കാട് ടൗൺ കഴിഞ്ഞത് ലെഫ്റ്റിലോട്ടൊരു വഴി കാണും. അത് നേരെ കയറി പോകുന്നത് ഈ വെല്ലിയന്ത വാഗമൺ റോഡാണ്. അത് കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്കും റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. അത് ഇറങ്ങുന്നതാണ് വാഗമണിലോട്ട് ഡയറക്റ്റ് കയറാനുള്ളൊരു വഴി. ഇത് ആ പാലം പോയേക്കുന്നതുകൊണ്ടുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ. വഴി അത്യാവശ്യം ചെറിയൊരു വഴി തന്നെയാണ്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് പാടുള്ള വഴിയാണ്. അങ്ങനെ ഇതേ നമ്മൾ വാഗമൺ റോഡിലോട്ട് കയറി കേട്ടോ. ഇവിടുന്ന് പിന്നെ നേരെ ഓഫ് റോഡ് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളിത് വാഗമൺ എത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ സ്ഥിരം കയറാനുള്ളൊരു കടയുണ്ട്. അവിടെ കയറി വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അങ്ങ് മാറി. നേരെ അവിടുന്ന് ഇലവീഴാപ്പൂഞ്ചിറ പോയേക്കാന്ന് വെച്ചു. പുള്ളിക്കാനം കാഞ്ഞാറ് റൂട്ട് കയറി ഇലവീഴാപ്പൂഞ്ചിറയ്ക്ക് വിട്ടു. അങ്ങനെ വരാട്ടുമായിട്ട് പ്ലാൻ ചെയ്തിറങ്ങിയ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ഇലവീഴാപ്പൂഞ്ചിറയ്ക്കാണ്. അങ്ങനെ ഇലവീഴാപ്പൂഞ്ചിറ എത്തി കേട്ടോ. ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ ഇനിയും കുറേ കയറാനുണ്ട്. നേരെ വണ്ടി എടുത്തു. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് തന്നെയായിരുന്നു കേട്ടോ. വാഹനങ്ങൾ ഇവിടം വരെ ഇവിടത്തുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് മോള് വരെ നടക്കാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ട് കേട്ടോ. അത് കൂടാഞ്ഞിട്ട് വെയിലും ഒരു വിധത്തിലങ്ങ് നടക്കാൻ തുടങ്ങി. നമ്മൾ വന്ന സമയം എന്നത് നട്ടുച്ചയായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ വെയിലിൻ്റെ ശക്തി പറയണ്ടല്ലോ. കയറി പോകുന്ന വഴിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. വെയിലുള്ളതുകൊണ്ട് തന്നെ എല്ലാം തെളിഞ്ഞ് കാണാമായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ മുകളിൽ ടോപ്പിലെത്തി. ഇവിടെയാണ് മറ്റേ ഇലവീഴാപ്പൂഞ്ചിറ പടമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. നല്ല വെയിലായതുകൊണ്ട് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. ഈ ഷെഡ് കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തം നശിച്ച് കിടക്കുകയാണ്. എന്തായാലും അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അവിടുന്ന് പിന്നെ തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റിലോട്ട് അങ്ങ് നടന്നു കേട്ടോ. ആ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പം താഴെ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് വേറെ ലെവല് തന്നെയാണ്. പാലൊക്കെ ഉണ്ടല്ലോ ചാപ്പ. ഞാൻ ആദ്യം കേട്ടോ. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടേ നേരെ താഴോട്ടിറങ്ങി കേട്ടോ. വെയിലിന് ഒരു കുറവില്ലായിരുന്നു. പിന്നെ പതിയെ അങ്ങ് നടന്നു.